സ്റ്റാൻഡേർഡ് ഓയിൽ മിൽ അമേരിക്കയുടെ ഉടമസ്ഥനായിട്ടുള്ള ജോൺ ഡേവിസൺ റോക്ക്ഫെല്ലറോട് ഒരു പത്രപ്രതിനിധി ചോദിച്ചു, താങ്കൾ ഈ വിജയങ്ങൾ മുഴുവൻ കരസ്ഥമാക്കിയ സംരംഭത്തിൻ്റെ ഉടമസ്ഥനാണല്ലോ, ഇതെല്ലാം താങ്കൾ ലഭിച്ചത് വെറും ഭാഗ്യം കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഭാഗ്യം ഒരു ഘടകം തന്നെയാണ്. കാരണം എല്ലാവരുടെ ശിരസിന് മുകളിലൂടെയും ഭാഗ്യദേവത ജീവിതത്തിൽ ഒരു പ്രാവശ്യം പറന്നു പോകും. നമ്മളത് കയ്യെത്തി പിടിച്ചോളണം, ചാടി പിടിച്ചോളണം. ഞാൻ ചാടി നോക്കി, എനിക്ക് പിടുത്തം കിട്ടി, ഭാഗ്യം എൻ്റെ കൂടെ വന്നു. അപ്പോൾ വീണ്ടും പത്രപ്രതിനിധി ചോദിച്ചു, എനിക്കങ്ങനെ ചാടി പിടിക്കാൻ പറ്റാതിരുന്നത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ലോ, എൻ്റെ ഭാഗ്യമില്ലായ്മ കൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭാഗ്യം തന്നെയല്ലേ പ്രധാനപ്പെട്ട ഘടകം എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, ഭാഗ്യദേവത ഒരിക്കലേ നമ്മുടെ ശിരസിന് മുകളിലൂടെ പറന്നു പോകും. ഞാൻ ജീവിതത്തിൽ മുഴുവൻ സമയവും ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രാവശ്യം എനിക്ക് പിടുത്തം കിട്ടി. പല ആളുകളും കിടന്നുറങ്ങുകയും അടുത്തുള്ള ആളോട് പറയുകയും ചെയ്യും, ഭാഗ്യദേവത പറന്നു പോകുമെന്ന് പറഞ്ഞേക്കണേ, ചാടി പിടിക്കാനാണെന്ന് പറയും. 1000 വട്ടം ചാടുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു പ്രാവശ്യം പിടുത്തം കിട്ടുക. അപ്പോൾ ഏത് സംരംഭകനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കഠിനാധ്വാനം, അതായത് 1000 പ്രാവശ്യം ചാടാനുള്ള നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കഠിനാധ്വാനം, അതുതന്നെയാണ് നിങ്ങളെ ഭാഗ്യദേവതയുമായിട്ട് കണ്ടുമുട്ടിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളുടെ ചാട്ടത്തിൽ ഭാഗ്യദേവത നിങ്ങളുടെ കയ്യിൽപ്പെടും. അപ്പോൾ ഭാഗ്യവും കഠിനാധ്വാനവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഏത് സംരംഭകനും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്.